വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്ന് ഉറപ്പു നൽകാതെ സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അതേപടി താഴെത്തട്ടിലേക്ക് നൽകുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നും 2 വരി മാത്രമേ ആലപിക്കുകയുള്ളൂവെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതിനെതിരെ ഭരണപക്ഷ കക്ഷികളിൽ പ്രതിഷേധം ശക്തമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ എല്ലാ വീടുകളിലും ത്രിവർണ പതാക പദ്ധതിയുടെ ഭാഗമായ ആഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതോടെയാണ് വിവാദമുയർന്നത്. എന്നാൽ സംസ്ഥാന ജില്ലാ തലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഔദ്യോഗികമായി നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ഹർ ഘർ തിരംഗ എന്ന പേരിൽ നടക്കുന്ന അനൗപചാരിക പ്രചാരണത്തിന് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രോട്ടോകോൾ അനുസരിക്കില്ലെന്നും കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ഉണ്ടാകൂവെന്നും മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ഗവർണർ പങ്കെടുത്തതിനാലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പുതിയ സംഗതി അല്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീനും പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നത് RSS നയമാണെന്നും അത് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് ഉറപ്പായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.